നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ ക്യാമ്പയിൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് ലോഗോ പ്രകാശനം ചെയ്തു. തിക്കുങ്ങര പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികളെ CVR ചിന്നപ്പള്ളി MLA പ്രഖ്യാപിച്ചു. വീരോലിപ്പാടത്തെ അനധികൃത പന്നി ഫാം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികൾ: രാമവർമ്മപുരം TR ഹീരൻ, കുറ്റുമുക്ക് രാധിക അശോകൻ, വില്ലടം സിന്ധു തൈക്കാടൻ, ചേറൂർ V നന്ദകുമാർ, ഗാന്ധിനഗർ ഷാരിമോൾ, മുക്കാട്ടുകര അഡ്വക്കേറ്റ് MA പോളി, നെട്ടിശ്ശേരി ലിബി ലിൻഡോ, മുല്ലക്കര അഡ്വക്കേറ്റ് അഞ്ജു സുരേഷ്, മണ്ണുത്തി അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, ഒല്ലുകര T പ്രദീപ് കുമാർ, കൃഷ്ണാപുരം സൗമ്യ പ്രതീഷ്, കുട്ടനല്ലൂർ PK ഷിബു, ചേലക്കോട്ടുകര തോമസ് J തെറ്റയിൽ, കാളത്തോട് ML റോസി, പറവട്ടാനി ജീസ് ജോർജ്, ചെമ്പുകാവ് അഡ്വക്കേറ്റ് ഡെൽസൺ ഡേവിസ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് തൃശൂർ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് KG ശിവാനന്ദൻ, LDFിൻ്റെ ജില്ലാ കൺവീനർ സഖാവ് PK ചന്ദ്രശേഖരൻ, CPIM നേതാവ് സഖാവ് AC മോദി, ഘടകകക്ഷികളുടെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ജില്ലാ പഞ്ചായത്തിലെ വടക്കേക്കാട് ഡിവിഷനിൽ RJD സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ശ്രീകുമാർ മത്സരിക്കുന്നു. കാട്ടക്കാമ്പൽ CPIയിലെ KB ജയൻ, ചൂണ്ടൽ NCPയിലെ ശ്രീമതി M പത്നി ടീച്ചർ, എരുമപ്പെട്ടിയിൽ CPIയിലെ മീന സാജൻ, വളത്തൂർ നഗറിൽ CPIയിലെ മുസ്തഫ, തിരുവല്ലാമലയിൽ CPI സ്ഥാനാർത്ഥി സഖാവ് KR സത്യൻ, ചേലക്കര CPIയിലെ മായ KR, വാഴാടി CPIയിലെ മേരി തോമസ്, അവണൂർ CPIയിലെ അഡ്വക്കേറ്റ് PK പ്രസാദ്, കൊച്ചിയിൽ CPIM നേതാവ് സുരേഷ് വിനയൻ, പുത്തൂരിൽ കേരള കോൺഗ്രസ് CM ആണ് മത്സരിക്കുന്നത്. അവരുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും. അമലൂർ CPI നേതാവ് ഷീല ജോർജ്, കൊടകരയിൽ CPIയിലെ KJ ഡിക്സൺ, അതിരപ്പള്ളി സിഗ്നേച്ചർ CPIM, കൊരട്ടി അഡ്വക്കേറ്റ് KR സുമേഷ് CPIM, ആളൂർ CPIM രാജി ശ്രീനിവാസൻ. മോദി സർക്കാരിന്റെ ജവഹർലാൽ നെഹ്റുവിന്റെ ഓർമ്മകളെ മായ്ച്ചു കളയുവാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ ജനത പൊറുക്കില്ല എന്ന DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ്. മോദിയും അമിത് ഷായും നേതൃത്വം നൽകുന്ന സംഘപരിവാർ ഭരണകൂടത്തിന് നെഹ്റുവിനെ ഭയമാണ്. നെഹ്റുവിന്റെ വികസന കാഴ്ചപ്പാടുകളിൽ നിന്നാണ് ഇന്ത്യയുടെ അടിത്തറ ശക്തിപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. DCC ഓഫീസിൽ നടന്ന നെഹ്റു ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേതാക്കളായ TV ചന്ദ്രമോഹൻ, KV ദാസൻ, KV ശശികുമാർ, സുനിൽ അന്തിക്കാട്, CO ജേക്കബ്, ഡോക്ടർ ജിജി ജസ്റ്റിൻ, KH ഉസ്മാൻ ഖാൻ, സുബി ബാബു, സജീവൻ കുര്യച്ചിറ, രവി താണിക്കൽ, MS ശിവരാമകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, സന്തോഷ് ഐത്താടൻ, PD റപ്പായി, വില്ലി ജിജോ, നിമ്മി റപ്പായി തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ ക്യാമ്പയിൻ തുടക്കമിട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ NDA തെരഞ്ഞെടുപ്പ് ലോഗോ അവതരിപ്പിച്ചു. ഇടതും വലതും മതിയായി, ഇനി വരണം NDA എന്നതാണ് ലോഗോയിലെ വാക്കുകൾ. തൃശൂരിൽ നടന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമാണ് ലോഗോ അവതരിപ്പിച്ചത്.
ബീഹാർ തെരഞ്ഞെടുപ്പ് സന്ദേശം കൃത്യമാണ്. ഏത് സംസ്ഥാനമാണെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നതും പിന്തുണയ്ക്കുന്നതും വികസനത്തെയാണ് എന്നതാണ് ആ സന്ദേശം. BJP NDA നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നു. തങ്ങൾക്ക് ഭരിക്കുവാൻ ഒരു അവസരം ലഭിച്ചാൽ 45 ദിവസത്തിനകം ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കും. എല്ലാ വർഷവും അതിന്റെ ഒരു റിപ്പോർട്ട് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കും. NDAയുടെ പ്രചാരണ ക്യാമ്പയിന്റെ ലോഗോ പുറത്തിറക്കി. ഇടതും വലതും മതിയായി, ഇനി വരണം BJP. മാറാത്തത് മാറും. NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെയാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. ബീഹാർ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വ്യക്തമായ സന്ദേശമാണെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നവർ അധികാരത്തിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NDA സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിന് മാറ്റം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ബീഹാറിൽ തുടർ ഭരണമുണ്ടായത്. ബീഹാർ ജനങ്ങൾ കൃത്യമായ സന്ദേശമാണ് നൽകിയത്. വികസന രാഷ്ട്രീയത്തിന്റെ സമയമാണിനി. വികസിത കേരളത്തിനായി BJP വരണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 204 കോളനികളിൽ കുടിവെള്ളമില്ല, മാലിന്യ സംസ്കരണ സംവിധാനമില്ല. എന്നിട്ടും പറയുന്നത് അതിദരിദ്രമുക്ത സംസ്ഥാനമെന്നാണ്. 5 വർഷം BJPക്ക് അവസരം തന്നാൽ 45 ദിവസത്തിനകം 5 വർഷം ചെയ്യാനുള്ളതിന്റെ ബ്ലൂ പ്രിന്റ് പുറത്തുവിടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP BDGS തർക്കങ്ങളെല്ലാം പരിഹാരമായെന്നും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ NDA നേരിടുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഏത് പഞ്ചായത്തിൽ പോയാലും ഏത് മുനിസിപ്പാലിറ്റി പോയാലും തൃശ്ശൂരിൽ നോക്കിയാലോ അനന്തപുരം തിരുവനന്തപുരം നോക്കിയാൽ കോർപ്പറേഷൻ വലിയ വലിയ കോർപ്പറേഷൻ നോക്കിയാൽ ഒന്നും നടക്കുന്നില്ല. നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര കൊല്ലമായിട്ട് CPM ഭരിച്ചൊരു കോർപ്പറേഷൻ. ഇന്നും തിരുവനന്തപുരം ജില്ല, ഞാൻ ഉദാഹരണമായിട്ട് പറയാണ്, 6 ലക്ഷം വീട്ടിൽ കുടിവെള്ളമില്ല. 45 കൊല്ലം ഭരിച്ച CPM അത് കഴിഞ്ഞിട്ടുണ്ട്. 6 ലക്ഷം വീട്ടിൽ ഇന്നും കുടിവെള്ളമില്ല. മാലിന്യം എന്ന ഒരു ബേസിക് റിക്വയർമെന്റ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഒരു കോർപ്പറേഷനിൽ ജീവിക്കുന്ന, ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, ഒരു സാധാരണക്കാരൻ അതിനെക്കുറിച്ച് ഒരു കാര്യം ചെയ്യുന്നില്ല. 40% സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. തലസ്ഥാനമാണ്. ഞാൻ തലസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. 204 കോളനികൾ തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നും കുടിവെള്ളമില്ല, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല, ഡ്രെയിനേജ് ഇല്ല. എന്നിട്ട് സർക്കാർ പറയുന്നു അതിദാരിദ്ര്യം മുക്ത കേരളം. ഇതെല്ലാം നമ്മൾ കണ്ണിന് മുമ്പിൽ ഉള്ള കാര്യമാണ്. ഞാൻ വലിയ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പൊളിറ്റിക്കൽ അനലിസ്റ്റ് ഒന്നല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല. ഇതിനു വേണ്ടി BJPന്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ ഉറപ്പ് തരുന്നു, 5 കൊല്ലം ഞങ്ങൾക്കൊരു അവസരം ഒരു ലോക്കൽ ബോഡി പഞ്ചായത്ത് കോർപ്പറേഷൻ കിട്ടിയാൽ ആദ്യത്തെ 45 ദിവസം ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ 45 ദിവസത്തിൽ ഒരു 5 കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. എല്ലാ കൊല്ലം ആ ബ്ലൂ പ്രിന്റിന്റെ റിപ്പോർട്ട് കാർഡ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഓരോരോ പൈസ, ഓരോരോ രൂപ ഇതിന്റെ കണക്ക് ആ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ട്രാൻസ്പെറൻസി ഞങ്ങൾ കൊണ്ടുവരും. തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ആണ് പ്രഖ്യാപനം നടത്തിയത്. CPMന് 16 സ്ഥാനാർത്ഥികളും CPIക്ക് 3 സ്ഥാനാർത്ഥികളുമാണ് മത്സര രംഗത്തുള്ളത്. NCPയും മുന്നണിയുടെ ഭാഗമായുണ്ട്. വനിതകൾക്കും യുവാക്കൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് ഇത്തവണ LDF തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഇക്കുറി LDF ലക്ഷ്യമിടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ: വാർഡ് 1 കരിമത്ര ആന്റണി വടക്കൻ, 2 കരിമത്ര വടക്കേക്കര സജിത മനോജ്, 3 വിരുപ്പാക്ക ലിം പ്രദീപ്, 4 വാഴാനി AK സുരേന്ദ്രൻ, 5 മണലിത്തറ കിഴക്കേക്കര പ്രിയ സുനിൽ, 6 മണലിത്തറ സജിത സുധാകരൻ, 7 മലാക്ക ശാന്ത ഉണ്ണികൃഷ്ണൻ, 8 വീരോലിപ്പാടം EN ശശി, വാർഡ് 9 പഴയന്നൂപ്പാടം PP മാർക്കോസ്, 10 ഊരോക്കോട് ബിജു രവീന്ദ്രൻ, 11 കുണ്ടുകാട് KM രാജൻ, 12 മേപ്പാടം CV അക്ഷയ, 13 പറമ്പായി
അജിഷ് ഫിലിപ്പ്. 14 നായരങ്ങാടി VG ജയസൂര്യൻ. 15 കല്ലമ്പാറ ഷാരിക പ്രതീഷ്. 16 പനങ്ങാട്ടുകര MS പുരുഷോത്തമൻ. 17 ചെമ്പോട് ആമിന മോൾ. 18 തെക്കുംകര P രജനി. 19 പുന്നമ്പറമ്പ് KR രേഷ്ണ. സമ്പത്തുള്ള ഒരു നേതൃത്വത്തെ ഈ ഘട്ടത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നേരത്തെ മേരിയച്ചിയും സുഖവ് കബീറും പറഞ്ഞ രാഷ്ട്രീയമുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് ഇക്കാൺകെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കാരണം 2021 കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഒരു തുടർ ഭരണം ഉണ്ടായി എന്നതുകൊണ്ട് നിരവധി ഉദാഹരണങ്ങൾ പറയും. ഇപ്പോ നമുക്കറിയാലോ, നമ്മുടെ ഈ പീച്ചി വാഴാനി കോറിഡോർ നമ്മുടെ കൺമുമ്പിലാണ് അല്ലെ. ആ റോഡ് കിഫ്ബി പ്രൊജക്റ്റാണ്. ആ റോഡ് ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് ആ റോഡ് ടെൻഡർ കഴിഞ്ഞതാണ്. 30 കോടി രൂപയ്ക്കാണ് ടെൻഡർ കഴിഞ്ഞത്. പിച്ചിയിൽ നിന്നുള്ള തുടക്കം അവിടെ വേണ്ടത്ര റോഡിന്റെ വീതിയില്ല എന്ന കാരണത്താൽ ആ പ്രൊജക്ട് മുന്നോട്ട് പോകാതെ ടെൻഡർ എടുത്ത വ്യക്തി ആ പ്രൊജക്ട് നിർത്തിവെച്ചത്. വിയ്യൂർ പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചു. നവംബർ 14 രാവിലെ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അമ്മ വീടിനകത്ത് കതകടച്ച് തുറക്കുവാൻ കൂട്ടാക്കുന്നില്ല എന്നും അടിയന്തിരമായി എത്തി അമ്മ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്നതിന് മുൻപേ രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ഫോണിലൂടെ ആവശ്യപ്പെട്ടു. വിയ്യൂർ പോലീസ് സ്റ്റേഷനിൽ രാവിലെ പരേഡിന് തയ്യാറാകുന്നതിനിടയിലാണ് സ്റ്റേഷനിലേക്ക് പെരിങ്ങാവിൽ നിന്നും ഒരു ഫോൺ വന്നത്. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജീവൻ ഇൻസ്പെക്ടർ KP മിഥുനെ വിവരമറിയിക്കുകയും ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഉടനെ തന്നെ സബ് ഇൻസ്പെക്ടർ ജിനു കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിഷി എന്നിവരുമൊത്ത് സ്റ്റേഷനിലെ വാഹനത്തിൽ സംഭവസ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ പുറപ്പെടുകയും ചെയ്തു. യാത്രക്കിടയിൽ അവർ പെൺകുട്ടിയോട് കൃത്യമായ ലൊക്കേഷൻ ചോദിച്ച് മനസ്സിലാക്കുകയും കുട്ടിയെ സമാധാനിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥലത്തെത്തിയ പോലീസ് വാതിൽ തുറക്കൂ അമ്മേ, വാതിൽ തുറക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്ന പെൺകുട്ടിയെ സമാധാനിപ്പിച്ച് മാറ്റി നിർത്തുന്നതിനിടയിൽ മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു ആയുധം തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. രണ്ടുപേരും ചേർന്ന് വാതിൽ തകർത്ത് മുറിയിലേക്ക് കയറിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടത് ഫാനിൽ തൂങ്ങിപ്പിടയുന്ന സ്ത്രീയെയാണ്. പെട്ടെന്നു തന്നെ CPOമാരായ നിഷിയും ജിനുകുമാറും സ്ത്രീയെ ഉയർത്തിപ്പിടിക്കുമ്പോഴേക്കും സജീവൻ കത്തിയുമായെത്തി ഷോൾ അറുത്തുമുറിച്ച് സ്ത്രീയെ മുറിക്കു പുറത്തെത്തിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തീവ്രപരിചരണ യൂണിറ്റിൽ പ്രവേശിപ്പിച്ച സ്ത്രീ 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അപകടനില തരണം ചെയ്തുവെന്നും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാനായതെന്നും ഡോക്ടർ പറഞ്ഞ ഉടനെ തന്നെ അച്ഛനും അമ്മയും പോലീസ് ഉദ്യോഗസ്ഥരോട് കണ്ണീരോടെ സന്തോഷം നിറഞ്ഞ നന്ദി അറിയിച്ചു. മകളും അമ്മയുടെ ജീവൻ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് നന്ദി അറിയിക്കുവാൻ മറന്നില്ല. ഇൻസ്പെക്ടർ KP മിഥുൻ വീട്ടുകാരോട് വിവരം അന്വേഷിക്കുകയും എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരമുണ്ടാക്കാമെന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുകയും കൗൺസിലിംഗ് സേവനത്തെക്കുറിച്ചും മറ്റും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. കൃത്യസമയത്തെ കർത്തവ്യ നിർവഹണത്തിലൂടെ ഒരു ജീവൻ രക്ഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെയും സഹപ്രവർത്തകരും അഭിനന്ദിച്ചു. അങ്ങനെ വിയ്യൂർ പോലീസ് നാടിന്റെയും നാട്ടുകാരുടെയും നന്ദിയും സ്നേഹവും നിറഞ്ഞ അഭിനന്ദനം പിടിച്ചുപറ്റി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മാടിക്കത്തറ പഞ്ചായത്ത് കമ്മിറ്റി NDA ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. PG മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് NH അധ്യക്ഷനായ ചടങ്ങിൽ BJP തൃശൂർ സിറ്റി ജില്ലാ സെക്രട്ടറി മുരളി കോളങ്ങാട് വാർഡ് സ്ഥാനാർത്ഥികളെയും OBC മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ സന്തോഷ് കാക്കനാട് ബ്ലോക്ക് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. PG മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ അജി MP, ദിലീപ് ദീർദാനി, തൃശൂർ സിറ്റി ജില്ലാ സെൽ കോർഡിനേറ്റർ പ്രിനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ K ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അനധികൃത പന്നി ഫാം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വീരോലിപ്പാടം അനുമതിയില്ലാതെ പന്നി ഫാമും മാലിന്യം കത്തിക്കുന്ന യൂണിറ്റും നിയമവാഴ്ചകളെ പോലും വെല്ലുവിളിച്ച് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നത്. പന്നി ഫാമിന് പുറമെ വിവിധ ആശുപത്രികളിലെ മാലിന്യങ്ങളും അശാസ്ത്രീയമായി ഇവിടെ കത്തിക്കുന്നു. പ്രദേശമാകെ ദുർഗന്ധപൂരിതമാണ്. ചുറ്റുഭാഗവും നിബിഡമായ വനപ്രദേശങ്ങൾ ഉള്ളതിനാൽ കാട്ടാനപ്പേടിയും കൂടാതെ വായു മലിനീകരണവും സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കാട്ടുചോലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന കണ്ണുനീർ തുള്ളികളെ പോലെയുള്ള
വെള്ളം ഫാമിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിട്ട് മലീമസമാക്കുന്നതിനപ്പുറം കിണറുകൾക്ക് പോലും ഭീഷണി ഉയർത്തുന്ന ഈ ഫാം നിർത്തലാക്കുവാൻ നിരവധി പരാതികൾ മുഖ്യമന്ത്രി, കളക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി, പോലീസ്, മെഡിക്കൽ ഓഫീസർ അയച്ചുകൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ടെത്തി അടച്ചുപൂട്ടുവാൻ നോട്ടീസ് നൽകിയെങ്കിലും അതിനെയെല്ലാം സ്വാധീനത്തിന്റെ മറവിൽ അവഗണിച്ച് പന്നിഫാം ഉടമ മുന്നേറുകയാണ്. പരിസ്ഥിതിക്ക് പോലും കോട്ടം തട്ടുന്ന ഈ പ്രവണത മാനുഷിക പരിഗണന പുലർത്തി ജനങ്ങളെ ആശങ്കയിലാക്കാതെ സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പാലിക്കാതെ 2 വർഷത്തിലധികമായി ഈ ജനവാസ മേഖലയിൽ തെക്കുംകര പഞ്ചായത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള നീർത്തട പദ്ധതിയിലെ ഒരു ജലസംഭരണിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പന്നിഫാമിലെ മലിനജലം നീർച്ചാലിലേക്ക് ഒഴുക്കിവിടുകയും സ്ഥലത്ത് ജില്ലയിലെയും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ, അതായത് സർജിക്കൽ വേസ്റ്റ്, ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന സാധനങ്ങൾ, ആശുപത്രിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സാനിറ്ററി സിറിഞ്ചുകൾ, ഇത്തരം ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് പണം കൊടുത്ത് സ്വീകരിക്കുകയും ഈ സ്ഥലത്ത് ഒരു 6 അടി ഉയരത്തിലുള്ള പുകക്കടലോട് കൂടി സ്ഥാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചൂളയിലിട്ട് കത്തികളെയും ഈ പരിസരമാകെ വായുമലിനീകരണം നടത്തി വരുന്നു. ഈ സംഭവത്തിനെതിരായിട്ട് തദ്ദേശവാസിയായിട്ടുള്ള ഞാൻ 2 വർഷം മുമ്പ് മുതൽ ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, തദ്ദേശത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി കൊടുക്കുകയും പഞ്ചായത്ത് കഴിഞ്ഞ വർഷം കളക്ടർ കൊടുത്ത പരാതിയിൽ പഞ്ചായത്ത് സംഭവ സ്ഥലങ്ങളിലെ പന്നിഫാം നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുത്തു എന്ന് പറയും. പന്നിഫാം അവിടെ തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്രാവശ്യം ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് CMO പോർട്ടലിൽ അയച്ച പരാതിയിൽ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ മാസം 3-ാം തീയതി, അതായത് 3/10/2025 തീയതി പന്നിഫാം നിർത്തിവെക്കുന്നതിനായിട്ട് അവർക്ക് നിർദ്ദേശം നൽകുകയും പഞ്ചായത്തും ഹെൽത്ത് അധികാരികളും വന്ന സമയത്ത് അവിടെ നേരിൽ കണ്ട അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്ന കാണുന്നതിന് അവർക്ക് പിഴ ഈടാക്കുകയും ചെയ്തതായി മറുപടി തരികയും തുടർന്നും തലസ്ഥലത്ത് സുമാർ 250ഓളം പന്നികളെ വളർത്തി വരുന്നതായും എല്ലാ ദിവസവും രാപകൽ ഭേദമില്ലാതെ മാലിന്യങ്ങൾ എത്തിക്കുകയും പന്നിത്തീറ്റയായിട്ട് വിവിധ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഭക്ഷ്യമാലിന്യങ്ങൾ കൊണ്ടുവരികയും ബാക്കി വരുന്നത് പരിസരത്ത് കൂട്ടിയിടുകയും ആ കൂട്ടിയിടുന്ന മാലിന്യങ്ങൾ മഴവെള്ളത്തിലൂടെ നീർച്ചാലിലേക്ക് എത്തി ഏകദേശം ഈ ജില്ല മുഴുവൻ രോഗബാധിത പരത്തക്ക വിധം മാലിന്യങ്ങൾ സൃഷ്ടിച്ചു വരികയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇന്ന് 14/11/2025 തീയതി പന്നിഫാം നിർത്തിവെക്കേണ്ടതാണെന്നും 3 മണിക്ക് ശേഷം നിർത്തിയില്ലെങ്കിൽ ആയത് പഞ്ചായത്ത് നിർമ്മാർജ്ജനം ചെയ്യുന്നു, അതിൻ്റെ ചെലവ് ഇതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള വ്യക്തിക്കും സ്ഥല ഉടമയ്ക്കും ഏൽപ്പിച്ചു കൊടുക്കുമെന്നും നോട്ടീസ് പതിക്കുകയുണ്ടായി. ഈ സമയം വരെ പന്നിഫാം അവിടെ തന്നെ പൂർവാധികം ശക്തിയോടെ പ്രവർത്തിച്ചു വരുന്ന അവസ്ഥയാണ് കാണുന്നത്. ഇത് പൊതുജനത്തിന് വളരെയധികം. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു.
Rachana Laboratory, NH Road, Manuti, an ISO certified laboratory. ഉറങ്ങനില്ല ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. ഭീതിജനകമായ വർഗീയ സംഘർഷങ്ങളുടെ ശേഷിപ്പുകൾക്ക് മീതെ മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തെ പടുത്തുയർത്തിയ രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയുമായിരുന്ന ജവഹർലാൽ നെഹ്റു. ഏതൊരാളുടെയും ഏതുതരം മതവിശ്വാസത്തെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. മതവിശ്വാസികളെയും മതവിശ്വാസങ്ങളെയും സംരക്ഷിക്കണമെന്ന ശക്തമായ മതേതര നിലപാടുകളാണ് ഭരണാധികാരി എന്ന നിലയിൽ നെഹ്റു സ്വീകരിച്ചിരുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ കാഴ്ചപ്പാടുകളാണ് നെഹ്റു മുന്നോട്ട് വെച്ചിരുന്നതെന്ന് നെഹ്റു സെന്റർ ഫോർ സോഷ്യൽ റിസർച്ച് പ്രസിഡന്റ് PL ജോമി അഭിപ്രായപ്പെട്ടു. താണിക്കുടം ഗ്രാമീണ വായനശാല സംഘടിപ്പിച്ച നെഹ്റു കണ്ടെത്തിയ ഇന്ത്യ ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു ജോമി. വായനശാല പ്രസിഡന്റ് PG സജീഷ് അധ്യക്ഷനായ പരിപാടി സെക്രട്ടറി MG ബാലകൃഷ്ണൻ സ്വാഗതവും ഭരണസമിതി അംഗം M ബൈജു നന്ദിയും പറഞ്ഞു. വായനശാല സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ രാജ്യം രണ്ടായി മുറിഞ്ഞു പോയി, ഇല്ലേ? ഒറ്റ രാജ്യമല്ല, രണ്ടായി മുറിഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും. ഈ വിഭജനത്തിന്റെ കാരണക്കാർ കോൺഗ്രസ് പാർട്ടിയും പിന്നെ സർവോപരി ഗാന്ധിയുമാണ് എന്നാണ് ആ ആൾക്കൂട്ടത്തോട് ആര് പറഞ്ഞത്? ഗോഡ്സെ പറഞ്ഞു. ഗോഡ്സെ പറഞ്ഞത് എന്തെങ്കിലും ശരിയുണ്ടോ? രാജ്യത്തെ രണ്ടായി മുറിച്ചത് കോൺഗ്രസ് ആണോ? രാജ്യത്തെ രണ്ടായി മുറിച്ചത് ഗാന്ധിയാണോ? അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ രാജ്യത്തെ രണ്ടായി മുറിക്കാൻ ശ്രമിച്ച രണ്ട് തത്വങ്ങൾ, രണ്ട് തത്വസംഹിതകൾ, അതിലൊന്നിന്റെ പേരാണ് RSS. RSSും ഹിന്ദു മഹാസഭയും. അതിന് നേതൃത്വം കൊടുത്ത സവർക്കറെ പോലുള്ള ആളുകൾ, വീര സവർക്കറെ പോലുള്ള ആളുകൾ, മറുവശത്ത് ജിന്ന, മുഹമ്മദ് അലി, ഈ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ജിന്ന. ഈ രണ്ട് കക്ഷികൾക്കും പൂർണ്ണമായ ഉത്തരവാദിത്വം ഇന്ത്യയെ വെട്ടിമുറിക്കുന്നതിന്റെ പുറകിൽ ഉണ്ട്. അവർ രാജ്യത്തോട് ഒരു കൂറും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ പാകിസ്ഥാനുമായി പോയാൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമെന്ന് ഇവിടുത്തെ ഹിന്ദുത്വ വർഗീയവാദികൾ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇവർ ഹിന്ദു രാഷ്ട്രമായി കൊണ്ടാടാമല്ലോ, അവർ പൊക്കോട്ടെ. അങ്ങനെ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് നെഹ്റുവിനെ കുറിച്ചുള്ള ചർച്ചയിൽ അതിലേക്ക് പോകുന്നത് ശരിയല്ല. 1940 മുതൽ 1943 വരെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുമിച്ച് കൂട്ടുകക്ഷി സർക്കാർ, ആ സർക്കാരിൽ ഒരു വശത്ത് ഹിന്ദു മഹാസഭയും, അതായത് RSSന്റെ ഒരു കൂടെ നിൽക്കുന്ന സംഘടനയും, മറുവശത്ത് മുസ്ലിം ലീഗും ഒരുമിച്ചുണ്ടായിരുന്നു.
കുമരനെല്ലൂർ ദേശത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം ജില്ലാ കളക്ടർ AVT ഗ്രൂപ്പ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ദിലീപ് ശ്രീധർ ആദ്യ പ്രതി നൽകി നിർവഹിച്ചു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ് മുഖ്യാതിഥിയായി. കുമരനെല്ലൂർ ദേശം പൂരനിലാവിന്റെ കഴിഞ്ഞ 10 വർഷത്തെ വിവിധ പരിപാടികളുടെ P. രാജൻ തയ്യാറാക്കിയ വീഡിയോ സമാഹാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ കളക്ടർ നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, ഏകക്കാട് ദേശ കമ്മിറ്റി ഭാരവാഹികളായ PR സുരേഷ് കുമാർ, C. ജയേഷ് കുമാർ, ബാബു പൂങ്കുന്നത്ത്, PG രവീന്ദ്രൻ, വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി ഭാരവാഹികളായ CA ശങ്കരൻകുട്ടി, PN രാജൻ, P. പ്രശാന്ത്, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, ഉത്രാളിക്കാവ് ക്ഷേത്രം ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുമരനെല്ലൂർ ദേശ കമ്മിറ്റി ഭാരവാഹികളായ K. ബാലകൃഷ്ണൻ, P. പ്രശാന്ത്, KR രമേശ്, വിജയൻ പൂണോത്ത്, ഹരിദാസ് കൈറാട്ട്, P. ശ്രീനാഥ്, V. ശ്രീധരൻ, പ്രശാന്ത് മല്ലയ്യ, രാഹുൽ ഓലശ്ശേരി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 2026 ഫെബ്രുവരി 24-നാണ് ചരിത്രപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നത്. ഭംഗിയായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും നല്ല ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഈ വർഷവും നല്ല ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് തന്നെ ഈ വർഷം നടക്കും. അതിന് എല്ലാവിധ ആശംസകളും നേർന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നല്ല ഗംഭീരമായിട്ട് പോകട്ടെ. മാണിക്കത്തറ സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ 14, 15, 16, 17 തീയതികളിൽ ആഘോഷിക്കുന്നു. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാന, നൊവേന, നേർച്ച എന്നിവ ഉണ്ടായി. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് രാത്രി 10:15 പള്ളിയിൽ എത്തി മെഗാ ബാൻഡ് മേളത്തോടെ സമാപിക്കും. 16 ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന നടക്കും. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം, തിരുശേഷിപ്പിന്റെ ആശീർവാദം, വർണ്ണമഴ, തിരുമുറ്റമേളം എന്നിവ ഉണ്ടാകും. തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് കാലിക്കറ്റ് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും.
മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ മണ്ണുത്തി വെറ്ററിനറി കാർഷിക സർവകലാശാല സമീപത്ത് മാലിന്യക്കൂമ്പാരം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. ബേക്കറി, ബാർബർ ഷോപ്പ്, ഫ്രൂട്ട്സ് തട്ടുകടകൾ എന്നിവയുടെ മാലിന്യങ്ങൾ വഴിയരികിൽ കൊണ്ടുവന്ന് തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. സർവീസ് റോഡ് നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന വഴിയിൽ കൂടി ദുർഗന്ധം മൂലം സഞ്ചരിക്കുവാൻ കഴിയുന്നില്ല. അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളാനിക്കര സ്വദേശിയെ തോട്ടപ്പടിയിൽ വെച്ച് ക്രൂരമായി ദേഹോപദ്രവം ചെയ്ത് വധിക്കുവാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുകയും ചെയ്ത കേസിലെ പ്രതികളിൽ ഒരാൾ കൂടിയായ
മുളങ്ങുന്നത്തുകാവ് സ്വദേശിയായ വടക്കൂട്ട് വീട്ടിൽ വിഷ്ണു എന്നയാളെയാണ് മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. 2025 ജൂലൈ 11-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബൈക്കിൽ വന്നിരുന്ന വെള്ളാനിക്കര സ്വദേശിയെ തടഞ്ഞ് ക്രൂരമായി ദേഹോപദ്രവം ചെയ്ത് കത്തികൊണ്ട് വധിക്കുവാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തുകയും ബൈക്ക് കേടുപാട് വരുത്തുകയും ചെയ്യുകയുമായിരുന്നു. ഇക്കാര്യത്തിന് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയുമായിരുന്നു. കർണാടകയിലെ ഷിമോഗയിൽ ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികളെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ചാലക്കുടിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മാരക രാസലഹരിയായ MDMA വിൽപ്പനയ്ക്കായി എത്തിയ 2 യുവതികളും MDMA വാങ്ങാനെത്തിയ 3 യുവാക്കളും പിടിയിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സേനയിലെ അംഗങ്ങൾ ചേർന്ന് ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നാണ് പ്രതികളെ MDMAയുമായി പിടികൂടിയത്. KSRTC ബസ്സിൽ മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് രഹസ്യവിവരം ലഭിച്ചതനുസരിച്ച് നവംബർ 14-ാം തീയതി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ ലഹരി വിരുദ്ധ സേനയിലെ അംഗങ്ങൾ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് ശേഷം നടത്തിയ പരിശോധനയിലാണ് മാരക രാസലഹരിയായ MDMAയുമായി വന്ന 2 യുവതികൾ കയ്പമംഗലം ചള്ളിക്കാട് സ്വദേശികൾക്ക് കൈമാറുന്നതിനിടെയാണ് 5 പ്രതികളെ പിടികൂടിയത്. നടുവിൽ സ്വദേശിനി വിദ്യ, കോട്ടയം സ്വദേശി ശാലിനി എന്നിവരാണ് മാരക രാസലഹരി ബസ്സിൽ കടത്തിക്കൊണ്ടുവന്നത്. കയ്പമംഗലം ചള്ളിക്കാട് സ്വദേശികളായ ഷിനാജ്, അജു എന്നറിയപ്പെടുന്ന അജ്മൽ എന്നിവരാണ് MDMA വാങ്ങാനായി എത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025-ലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ ക്യാമ്പയിൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് ലോഗോ പ്രകാശനം ചെയ്തു. തിക്കുങ്ങര പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികളെ CVR ചിറ്റിലപ്പള്ളി MLA പ്രഖ്യാപിച്ചു. വീരോലിപ്പാടത്തെ അനധികൃത പന്നി ഫാം ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.